നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന്റെ രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ നമ്മൾ ഈ പറയുന്ന മറ്റു ഭാഗങ്ങളും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. കോഴ്സ് ഔട്ട്കം 2-ല് പ്രധാനമായിട്ടും വരുന്നത് അറിയേണ്ടുന്ന കാര്യം, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്നാണ് നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ പേര്. അതിൽ 1-2 മൊഡ്യൂൾസ് പ്യൂർലി ഫ്ലൂയിഡ് മെക്കാനിക്സും 3-4 മൊഡ്യൂൾസ് പ്യൂർലി ഹൈഡ്രോളിക് മെഷീൻസും ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഇപ്പൊ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ രണ്ടാമത്തെ മൊഡ്യൂൾ പ്രകാരം നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ച്വലി ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂള് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫ്ലൂയിഡ് ഫ്ലോ പ്രകാരം നോക്കുമ്പോൾ, അപ്പൊ ആ ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന അറിവോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിനെ മൊത്തത്തിൽ നോക്കി കാണേണ്ടത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതേപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ടോട്ടൽ എനർജി, ബെർണോളിസ് തിയറം, ഡെറിവേഷൻ, അസംഷൻസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ദ ബെർണോളിസ് തിയറം. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. ദെൻ നോച്ചസ്, ലോസ് ഓഫ് എനർജി ഇൻ പൈപ്പ് ഫ്ലോസ്. അപ്പൊ അതിൽ തന്നെ മേജർ ലോസും മൈനർ ലോസും എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോ ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്യൂർലി നമ്മൾ നോക്കി കാണുന്ന സമയത്തെ മനസ്സിലാവുന്നുണ്ട് ഇത് ഫ്ലൂയിഡ് ഫ്ലോ ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു മൊഡ്യൂള്. അപ്പൊ ഫ്ലൂയിഡ് ഫ്ലോയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഒന്ന് വാച്ച് ചെയ്യാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടൈപ്സ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളിലെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ആദ്യം നമ്മൾ പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോ. അപ്പൊ ഫ്ലോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വരുന്ന ആ ഒരു അതിന്റെ മോഷനാണ് അതിന്റെ ഫ്ലോ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഫസ്റ്റ് ഫ്ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ലാമിനാർ ഫ്ലോ ആണ്. ലാമിനാർ ഫ്ലോ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഫിഗറിലെ ലാമിനാർ ഫ്ലോ എന്നുള്ള ആ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് ഈ സ്ട്രീം ലൈൻസ് ആർ പാരലൽ ആണ്, എല്ലാതും പാരലൽ ആണ് അല്ലെ. ഓരോ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് അതിന്റെ അത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒറ്റ പാർട്ടായിട്ട് ഫ്ലോ ചെയ്യല്ല ചെയ്യുന്നത്. ഇതെന്താണ്, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഈ ലാമിനാർ ഫ്ലോ എന്നൊരു ഫ്ലോ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ലാമിനാർ ഫ്ലോയില് ഇതിന്റെ ലൈൻസ് അല്ലാതെ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പോൾ ഈ ലാമിനാർ ഫ്ലോനെ നമ്മൾ ഓപ്പോസ് ചെയ്യുന്ന അടുത്തൊരു ഫ്ലോ എന്ന് പറയുന്നത് ടർബുലന്റ് ഫ്ലോ ആണ്. ലാമിനാർ നമ്മളെപ്പോഴും കാറ്റഗറൈസ് ചെയ്ത് പറയാം, ലാമിനാർ എന്താണോ പറയുന്നത് അതിനെ കോമ്പൻസേറ്റ് അല്ലെങ്കിൽ അതിനോട് കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ടർബുലന്റ് ഫ്ലോ ആണ്. അപ്പൊ ഈ ലാമിനാർ ഫ്ലോ തികച്ചും പാരലൽ ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ എന്താണ്, അതൊരു സിഗ്സാഗ് മാനറിലാണ് ആ ഒരു ഫ്ലോ നടക്കുന്നത് അല്ലെ. ഒരു സിഗ്സാഗ് മാനറിലായിട്ടാണ് ഈ ഒരു ഫ്ലോ നടക്കുന്നത്. അപ്പൊ മാത്രമല്ല, ഇനി നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ വേണമെങ്കിൽ പറയാം. അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന നമ്പറിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോനെ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ലാമിനാർ ആവുന്ന സമയത്ത് റെയ്നോൾഡ്സ് നമ്പർ ബിലോ 2000 ആണ്. 2000 കുറവാണെങ്കിൽ അത് എന്താണ്, ഇതിന്റെ ഇക്വേഷൻ പ്രകാരം റെയ്നോൾഡ്സ് നമ്പർ 2000 കുറവ് വരികയാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ്. അതല്ല, റെയ്നോൾഡ്സ് നമ്പർ എബോ 4000 വരികയാണെങ്കിൽ അത് ടർബുലന്റ് ഫ്ലോ ആണ്. അപ്പൊ അതന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നതും. റെയ്നോൾഡ്സ് നമ്പർ പ്രകാരം 2000 താഴെ ലാമിനാറും 4000 മുകളിൽ നമുക്ക് അതിന്റെ ടർബുലന്റും ആണെന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇൻ ബിറ്റ്വീൻ 2000 ആൻഡ് 4000 ഏതാണ്, അതിന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ ട്രാൻസിഷൻ ഫ്ലോ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ലാമിനാറും അല്ല ടർബുലന്റും അല്ലാത്ത ആ തരം ഫ്ലോസിനെ നമ്മൾ മിക്സഡ് ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ടുന്ന രണ്ട് ഫ്ലോസ് ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. അതുപോലെ അടുത്ത ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോന്റെ നേരെ ഓപ്പോസിറ്റ് അൺസ്റ്റഡി ഫ്ലോ. അപ്പൊ ഞാൻ ആദ്യം പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ലാമിനാറും ടർബുലന്റും വന്ന പോലെ തന്നെ പെയർ ആയിട്ടാണ് നമുക്കിത് പഠിച്ചെടുക്കാൻ സൗകര്യം. അപ്പൊ സ്റ്റഡി ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് അൺസ്റ്റഡി വരുന്നുണ്ട്. കംപ്രസിബിൾ ഉണ്ട് എങ്കിൽ ഇൻകംപ്രസിബിൾ വരുന്നുണ്ട്.
അതേപോലെ യൂണിഫോം വരുന്നുണ്ടെങ്കിൽ നോൺ യൂണിഫോം വരുന്നുണ്ട്, റൊട്ടേഷണൽ വരുന്നുണ്ടെങ്കിൽ ഇറൊട്ടേഷണൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ആ ഒരു പേരിന് സാമ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഓവറോൾ ഒരു പ്രോപ്പർട്ടീസ് വരുന്നത്. ഈ സ്റ്റഡി ഫ്ലോന്റെ കേസിൽ എന്താണ്, ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ചേഞ്ച് ചെയ്യാത്ത ഫ്ലോസിനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അൺസ്റ്റഡി എന്തായിരിക്കും, നമ്മളത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അൺസ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെ? ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ചേഞ്ചസ് വിത്ത് ടൈം ആണെങ്കിൽ അൺസ്റ്റഡി എന്ന് പറയാം. അതല്ലാത്ത കേസിൽ നമ്മൾ സ്റ്റഡി എന്ന് പറയാം. ദെൻ കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. അപ്പൊ കംപ്രസിബിലിറ്റി അല്ലെ, ആ ഒരു ടേം പറയുമ്പോൾ തന്നെ കംപ്രസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി തന്നെയാണ് ആക്ച്വലി അത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഉള്ള ആ ഒരു ഫ്ലോ, ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് വേർ ഡെൻസിറ്റി ചേഞ്ചസ് സിഗ്നിഫിക്കന്റ്ലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ പ്രഷറിനും ടെമ്പറേച്ചറിനും അനുസരിച്ച് എന്ത് ചെയ്യാണ്, ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. അതല്ല, ദ ഫ്ലോ വേർ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് റിമൈൻസ് നിയർലി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഫ്ലോ, അതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാതെയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ അത് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ യൂണിഫോം ഫ്ലോ എന്നുള്ള ഒരു സംഭവം. അപ്പോ ദ ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി ആൻഡ് അതർ ഫ്ലോ പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റന്റ് ഓൾ പോയിന്റ്സ് ആൻഡ് റിമൈൻസ് അൺചേഞ്ച് ഓവർ ടൈം. അപ്പൊ സമയത്തിനനുസരിച്ച് ഈ പ്രോപ്പർട്ടീസിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ അതെന്താണ്, യൂണിഫോം ഫ്ലോ ആണ്. നേരെ മറിച്ച് അതിന്റെ കേസിൽ ദ ഫ്ലോ വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അലോങ് സ്ട്രീം ലൈൻസ് ബട്ട് ദ വെലോസിറ്റി ചേഞ്ചസ് ഫ്രം വൺ സ്ട്രീം ലൈൻ ടു അനദർ. അപ്പോൾ സ്ട്രീം ലൈൻസ് നിന്ന് മറ്റൊരു സ്ട്രീം ലൈനിലേക്ക് മാറ്റുന്ന സമയത്ത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് പറയുന്നത്. അതുപോലെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ദ ഫ്ലൂയിഡ് വിച്ച് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് അബൌട്ട് ആൻ ആക്സിസ്, അല്ലെ? ആ പാർട്ടിക്കിൾസ് ഒരു ആക്സിസിനോ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ റൊട്ടേഷണൽ ഫ്ലോ എന്നും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അല്ലെ, ഒരു ആക്സിസിൽ അല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം, അതിന് ഇറൊട്ടേഷണൽ ഫ്ലോ എന്നും പറയാം. അപ്പൊ ഇതൊന്നും നിലവില് നിയമങ്ങൾ എന്നുള്ള രീതിയിലല്ല നമ്മൾ പഠിച്ചു വെക്കുന്നത്. പറഞ്ഞു വന്നത് ഇതേ ടേംസിൽ തന്നെ ആയിക്കൊള്ളും നിർബന്ധമില്ല, പക്ഷേ മീനിങ് ഇതായിരിക്കണം. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഫ്ലോ എന്താണ്, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഏതൊക്കെയാണ് എന്നുള്ളത് നീറ്റ് ആയിട്ട് എഴുതണം. ടൈപ്സ് പേരുകൾ എഴുതി വെക്കുക, അതിന്റെ ഓരോന്നിന്റെ കണ്ടീഷൻസ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ട് വേണം കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ. ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ് എന്നുള്ളത്, നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇതിനകത്ത് പറയേണ്ടുന്ന കാര്യം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ കൺസർവേഷൻ ഓഫ് മാസിന്റെ പ്രിൻസിപ്പിളിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ നിലവിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. The rate of fluid flow through pipe is constant at all cross sections. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു പൈപ്പിനകത്ത് കൂടെ ഒരു ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊരു പൈപ്പാണ് എങ്കിൽ ആ പൈപ്പിനകത്ത് കൂടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ എന്നുള്ളത് ഓരോ സെക്ഷനിലും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിന്റെ ക്രോസ് സെക്ഷനിൽ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് പറഞ്ഞ എന്താണ്, ഇപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ ഇതിനകത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്നത് അതേ ക്വാണ്ടിറ്റിന് എന്താവും, തീർച്ചയായിട്ടും ഇപ്പുറത്ത് ലീവ് ചെയ്ത് പോകും എന്നുള്ളതാണ്. ഇവിടെ എൻ്റർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും ലീവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കും, അല്ലെ? മാസ് ഒരിക്കലും ഇവിടെ വെച്ച് നശിച്ചു പോകണില്ല. ഈ ഇത്രയും മാസ് തന്നെ എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിലൂടെ ലീവ് ചെയ്ത് പോകും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഡിസ്ചാർജിന് സാധാരണ ക്യൂ എന്നാണ് പറയാറുള്ളത്, അല്ലെ? അപ്പൊ ആ ക്യൂ എന്നുള്ളതിനെ ഒരു ഇക്വേഷൻ ആക്കി നമ്മൾ പറയുന്നത്, ഇത് Q1 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ Q2 ആണ് ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നത്. അപ്പോ Q1 ഈക്വൽ ടു Q2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതില് A1 V1 ഈക്വൽ ടു A2 V2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതായത് ഇതിലെ മാസ് എത്രത്തോളം എൻ്റർ ചെയ്തോ അത്രത്തോളം ലീവ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനാണ് ഇതിനകത്ത് ഓവറോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ലിമിറ്റേഷൻസ് ആൻഡ് അസംഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. അപ്പോൾ ബെർണോളിസ് തിയറം എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്.
അപ്പോൾ ആ ഒരു ബെർണോളിസ് തിയറത്തിന്റെ അസംഷൻസും ലിമിറ്റേഷൻസും ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് കൂടാതെ പിന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ ഡെറിവേഷനോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ബെർണോളിസിന്റെ ഡെറിവേഷൻ ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാമിനും ചോദിക്കാത്തത് കൊണ്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബെർണോളിസിന്റെ ഡെറിവേഷൻ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഈ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെർണോളിസ് തിയറം സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലേ ഇതിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അസംഷൻസ് പറയുന്നത്, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് അസംഷൻസ് പറഞ്ഞിട്ടുള്ളത്? ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ്. നമ്മുടെ ഈ ഒരു ബെർണോളിസ് തിയറം അപ്ലിക്കബിൾ ആവണമെങ്കിൽ ആ ഫ്ലോ എന്തായിരിക്കണം? സ്റ്റഡിയും കണ്ടിന്യൂസും ആയിരിക്കണം. അതേപോലെ ദ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹോമോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് ആയിരിക്കണം, അതേപോലെ ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൂയിഡിന്റെ കേസിൽ മാത്രമേ എന്ത് അപ്ലിക്കബിൾ ആവുള്ളൂ? ഈ ബെർണോളിസ് തിയറം അപ്ലിക്കബിൾ ആവൂ എന്നുള്ളതാണ്. അതേപോലെ ദ ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് യൂണിഫോം ഓവർ ദ സെക്ഷൻ. No force except gravitational force is acting on the fluid. The fluid is non-viscous or frictionless. അപ്പോ ഇത്തരത്തിൽ പറഞ്ഞതെല്ലാതും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ബെർണോളിസ് തിയറം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്റ്റഡി അല്ലാത്തൊരു ഫ്ലോന്റെ കേസ് എടുത്തിട്ട് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കില്ല എന്നർത്ഥം. അപ്പൊ ഈ രീതിയിൽ ഇതിൽ ഓരോന്നും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെർണോളിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അസംഷൻസ്. പിന്നെ ലിമിറ്റേഷൻസ്. ഇപ്പൊ എന്തൊക്കെയാ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാല് the velocity of every particle at any cross section is uniform. അപ്പൊ നമ്മൾ ബെർണോളിസ് തിയറി പ്രകാരം ഈ എല്ലാ ക്രോസ് സെക്ഷനിലും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം ആണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ റിയൽ കേസിൽ എന്തല്ല, വെലോസിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ് അല്ല, അല്ലെങ്കിൽ അത് സെയിം അല്ല. അപ്പൊ എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ സെന്റർ ഇസ് മാക്സിമം, അല്ലെ? സെന്ററിൽ ഒരു ഫ്ലോ നടക്കുന്ന സമയത്ത് അതിന്റെ സെന്ററിലെ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ദാറ്റ് ഡിക്രീസസ് ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് വാൾസ്. അപ്പൊ അത് വാളിലേക്ക് എത്തുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്രിക്ഷൻ കാരണം ആ ഒരു വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. Then it is assumed that no external force except gravity, അല്ലെ? വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല എന്നാണ് എന്തിൽ പറയുന്നത്? നമ്മുടെ ബെർണോളിസ് തിയറി പ്രകാരം പറയുന്നത്. പക്ഷെ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് പോലുള്ള ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി നമ്മുടെ ഒരു ഫ്ലോയ്ക്കകത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ലോന്റെ അല്ലെങ്കിൽ ഈ ഒരു തിയറത്തിന്റെ ലിമിറ്റേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് നോ ലോസ് ഓഫ് എനർജി വൈൽ ഫ്ലോയിങ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന പ്രകാരം പ്രത്യേകിച്ച് എനർജി ലോസ് ഒന്നും ഇല്ല. ബെർണോളിസ് തിയറി പ്രകാരം ഫ്ലൂയിഡ് ഫ്ലോ നടന്നാലും അതിനകത്ത് എനർജി ലോസ് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ടർബുലൻസ് ആൻഡ് ഫ്രിക്ഷൻ, അല്ലെ? അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ഇത്തരത്തിലുള്ള ടർബുലൻസോ ഫ്രിക്ഷനോ, അതായത് ചുഴി പോലെ രൂപപ്പെട്ടോ അല്ലെങ്കിൽ മറിഞ്ഞു തിരിഞ്ഞൊഴുകുന്ന സമയത്ത് ഒരു ഫ്ലോക്കകത്ത് എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? അവിടെ ഒരുപാട് ഫ്രിക്ഷണലായിട്ടോ അല്ലെങ്കിൽ ടർബുലൻസുമായി ബന്ധപ്പെട്ടോ അതിന്റെ എനർജി ലോസ് ആയി പോകുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ആ ഒരു എൻട്രൻസ് ടൈമിൽ ഉണ്ടായിരിക്കുന്ന അതേ എനർജി നമുക്ക് ഒരിക്കലും അതിന്റെ എക്സിറ്റ് ടൈമിലേക്ക് കിട്ടുന്നില്ല. ഓക്കെ, ദ ഫ്ലൂയിഡ്സ് മൂവ്സ് ഇൻ എ കർവ്ഡ് പാത്ത്, ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഓൾസോ പ്രസന്റ്. അപ്പൊ നമ്മൾ കർവ്ഡ് പാത്തിലാണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബെർണോളിസ് തിയറി നെഗ്ലെക്ട്സ് ദ എനർജി ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോ ബെർണോളിസ് തിയറി പ്രകാരം എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്ത് ചെയ്യുകയാണ് ആക്ച്വലി ബെർണോളിസ് തിയറത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി ഇതൊക്കെ ആക്റ്റീവ് ആവണമെങ്കിൽ ഈ അസംഷൻസ് എല്ലാം ഓക്കെ ആയിരിക്കണമെങ്കിൽ മാത്രമേ ആ ബെർണോളിസ് തിയറം വർക്കിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ അസംഷൻസും ലിമിറ്റേഷൻസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചു തന്നെ പോവുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുകൊണ്ട് വന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഏരിയയാണ്. ദെൻ ഡിഫറെന്റ് എനർജീസ് ഇൻ ഫ്ലൂയിഡ് മോഷൻ. ഒരു ഫ്ലൂയിഡ് മോഷനകത്ത് സംഭവിക്കുന്ന എനർജീസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തരത്തിലുള്ള എനർജിയാണ് നിലവിലൊരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഉണ്ടായിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും, പ്രഷർ എനർജി ഉണ്ടാവും. ഈ 3 എനർജിയും കൂടെ നമ്മൾ ടോട്ടലി പറയുന്ന പേരാണ് ടോട്ടൽ എനർജി അഥവാ TE എന്ന് പറയുന്ന സംഭവം. അപ്പൊ TE ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ടോട്ടൽ എനർജി ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി, ഈ ഒരു സംഭവമായിരിക്കണം. അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ തന്നെ mgz എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത്
ഒരു യൂണിറ്റ് മാസമായി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടും തന്നെ നമ്മളതിനെ ജി സെഡ് എന്നുള്ള ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ അതിനകത്ത് പരിഗണിക്കുന്നത്. അപ്പൊ അതും ഈ ജി സെഡ് അപ്പോൾ ലിക്വിഡിന്റെ കേസായിട്ട് നമ്മൾ ഡാറ്റം പരിഗണിച്ചെടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡാക്കി പരിഗണിക്കുമ്പോൾ നമ്മൾ ആ സെഡ് ആണ് നമ്മൾ ഇക്വേഷൻ ബേസിൽ എടുക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എം ജി സെഡ് എന്നുള്ള ഇക്വേഷൻ ആണ് ജനറേറ്റഡ് ആയത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്ത എനർജി കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിന്റെ ബേസിക് ഇക്വേഷൻ അല്ല, ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുള്ളതാണ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത്. അപ്പൊ അതൊരു യൂണിറ്റ് മാസമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ എം ഈസ് ഇക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ ഹാഫ് വി സ്ക്വയർ എന്നുള്ള ഒരു ടേമിലേക്ക് വരും. അപ്പോൾ അഥവാ വി സ്ക്വയർ ബൈ 2 എന്നൊരു ടേമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കൈനറ്റിക് ഹെഡ് ആയിട്ട് പരിഗണിക്കുന്നത് വി സ്ക്വയർ ബൈ 2g എന്നുള്ളതാണ്. മീറ്റർ ഓഫ് ലിക്വിഡ് എന്നുള്ള ടേമിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മീറ്റർ ഓഫ് ലിക്വിഡിലെ ആക്കുന്ന സമയത്ത് വി സ്ക്വയർ ബൈ 2g എന്ന ഫോമിലേക്ക് മാറ്റി. ദെൻ ലാസ്റ്റ് വൺ പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ എനർജി ദ എനർജി പ്രൊസസ്ഡ് ബൈ ലിക്വിഡ് ബൈ വിച്ച് ഓഫ് ഇറ്റ്സ് പ്രഷർ ഇസ് കോൾഡ് പ്രഷർ എനർജി. അപ്പൊ ആ ഒരു വിർച്യു ആണ് നമ്മൾ ആക്ച്വലി അതിന്റെ ആ പ്രഷറിന്റെ വിർച്യു ആണ് നമ്മൾ എന്ന് പറഞ്ഞത്, അതിന്റെ പ്രഷർ എനർജി ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പ്രഷറാണ് അതിനകത്ത് എക്സൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, പി ബൈ റോ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ അതിനകത്ത് പരിഗണിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പ്രഷർ ഹെഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു റോ ജി എന്ന ആ ഒരു ഇക്വേഷൻ, റോ ജി എച്ച് എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഈക്വൽ ടു പി ബൈ റോ ജി എന്ന ടേമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് പി ബൈ റോ പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെഡ് എന്നുള്ളൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനെ ഗ്രാവിറ്റി കോൺസ്റ്റന്റോട് ഡിവൈഡ് ചെയ്ത് വെച്ചതാണ് ഇതിന്റെ എന്താണ് ടോട്ടൽ എനർജി ഇക്വേഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ പി ബൈ റോ എന്നുള്ളത് പി ബൈ റോ ജി ആയി, പ്ലസ് വി സ്ക്വയർ ബൈ 2 എന്നുള്ളത് വി സ്ക്വയർ ബൈ 2g ആയി, പ്ലസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ജി സെഡ് ആയിരുന്നു. അപ്പൊ ജി കട്ട് ചെയ്ത് പോയതുകൊണ്ട് സെഡ് എന്നുള്ള മാത്രം വാല്യൂ മാറി. അപ്പൊ ഇതാണ് ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾ എഴുതേണ്ടുന്ന സംഭവം. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ഏതാണെന്നുള്ള അറിഞ്ഞിരിക്കണം. ബെർണോളിസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പിറ്റ്യൂട്ട് ട്യൂബ്, ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഓരോന്നും ഇപ്പൊ പിറ്റ്യൂട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത് ഒരു വെലോസിറ്റി മെഷർമെന്റിലാണെങ്കിൽ ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ അടക്കമുള്ള മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ഡിസ്ചാർജ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ ഡീപ്പായി തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് അതിന്റെ ഫിഗർ വരയ്ക്കാനും അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും അടയാളപ്പെടുത്താനൊക്കെ അറിയണം. അതേപോലെ തന്നെ മെയിൻ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. വെഞ്ചുറി മീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് നിലവിൽ തന്നിട്ടുള്ളത്, ഒരു പ്രോബ്ലം ആണ് നിലവിൽ തന്നിട്ടുള്ളത്. വെഞ്ചുറി മീറ്റർ ഇസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടൽ വെഞ്ചുറി മീറ്ററിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലാണ് ആ മാറ്റം വരിക. 50 mm ഡയമീറ്റർ ത്രോ വിച്ച് ദി വാട്ടർ ഫ്ലോ ഇൻ. അപ്പോൾ 50 mm ഡയമീറ്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വാട്ടർ ഫ്ലോ ചെയ്തു പോകുന്നത്. ഡയമീറ്റർ ഓഫ് ത്രോട്ട് ഈസ് 20 mm. അപ്പോൾ പൈപ്പിന്റെ ഡയമീറ്റർ നമ്മൾ നിലവിൽ 50 ആണ് പറഞ്ഞതെങ്കിൽ അതിന്റെ ത്രോട്ടിന്റെ ഡയമീറ്റർ 20 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ആണ് നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന്റെ ഭാഗങ്ങളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആ ഒരു ഇപ്പൊ വെഞ്ചുറി മീറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വീതി കൂടിയ ഒരു പൈപ്പിനകത്ത് കൂടെ വന്ന് ഈ ഒരു ഭാഗം അല്ലെ, വീതി കുറഞ്ഞൊരു ഭാഗം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വീതി കുറഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്, അതിന്റെ ഈ ത്രോട്ടായിട്ട് പരിഗണിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ്. ഓക്കെ, അപ്പോ ഇവിടം വരെ 50 ആണ് ഡയമീറ്റർ വന്നത് എങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ 20 ആണ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം വരുന്നത്. അപ്പോ ഡയമീറ്റർ ഓൾറെഡി കിട്ടി. ഡിറ്റർമൈൻ ദ ഡിസ്ചാർജ് ത്രൂ ആൻ പൈപ്പ് 1 ലിറ്റർ പെർ മിനിറ്റ്, ഇൻ ലിറ്റർ പെർ മിനിറ്റ് വെൻ ദ വെഞ്ചർ head is 450 mm of water, assume the coefficient of Venturi meter is 0.97. അപ്പൊ ഇതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചുറി മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആക്ച്വൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഈ ഒരു തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പൊ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. A1A2 √2gh ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ് നിലവിൽ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് പ്രകാരം ഇതിൽ നമുക്ക് A1ഉം A2 കണ്ടുപിടിക്കാം. എങ്ങനെ, ഡി എന്നുള്ളത് ഡയമീറ്റർ ആണ്, അതിന്റെ ഏരിയ കണ്ടാൽ മതി അല്ലെ.
അപ്പൊ അതിന്റെ ഏരിയ π/4 d1 ആണ് A1 കണ്ടുപിടിക്കാൻ. A2-ൻ്റെതാണെങ്കിൽ π/4 d2 ചെയ്താൽ A2 കിട്ടും. ഇനി ഇതിനകത്ത് വേറെ കണ്ടുപിടിക്കാൻ CD തന്നിട്ടുണ്ട്, A1 A2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ 2 വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. G എന്ന് പറഞ്ഞാൽ 9.81 ആണ്. ഇനി H എന്നൊരു ഭാഗമാണ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ H കിട്ടണമെങ്കിൽ എന്താണ്, ഈ X ഇൻറ്റു SH/SO/SO-1 എന്നുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ X എന്ന് പറഞ്ഞാൽ ഏതാണ് വാല്യൂ? ഈ X എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതിൽ 420 തന്നിട്ടുള്ളത്. അപ്പോൾ വെഞ്ചർ ഹെഡ് ആണ്, അഥവാ മാനോമെട്രിക് ഹെഡ് ആണ് നമ്മൾ അവിടെ എന്തെന്ന് ഈ 420 mm അതിന് മീറ്റർ ആക്കി എടുക്കുമ്പോൾ 0.42 എന്നൊരു വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ വെച്ചുകൊണ്ട് ദെൻ ഈ എക്സ് എന്നുള്ളത് ആ ഒരു വാല്യൂ ആക്കി പരിഗണിക്കുക. SH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവി ലിക്വിഡ്. ഹെവി ലിക്വിഡ് ആയിട്ട് നിലവിൽ ഏതാണ്, നമ്മൾ മെർക്കുറി ആണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ SO4 എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് അത് 1 തന്നെ ആക്കിയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതിന്റെ Hന്റെ വാല്യൂ കിട്ടി. ഈ Hന്റെ വാല്യൂ ജസ്റ്റ് ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂയും കിട്ടിയിട്ടുണ്ട്. നേരിട്ട് നമ്മൾ ലിറ്റർ പെർ മിനിറ്റില് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് നമുക്ക് അതിന്റെ വാല്യൂ വരുന്നത്. അതിനെന്ത് ചെയ്യാം, ലിറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാലോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലോ അത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കുക. അപ്പൊ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് മെയിൻ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കും. ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് നോച്ചസ്. നോച്ചസിനെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാത്തതുകൊണ്ടും തന്നെ ഈ വർഷങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ നോച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ ഓപ്പണിംഗ് ഇൻസൈഡ് ഓഫ് ടാങ്ക് ഓർ എ സ്മോൾ ചാനൽ അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ സൈഡിനകത്ത് കൂടെ ഇപ്പൊ ഒരു ടാങ്കിന്റെ സൈഡിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ഇത് എന്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇത് ഒന്നുകിൽ ഇറ്റ് ഈസ് ജനറലി മെയ്ഡ് വിത്ത് മെറ്റാലിക് പ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ റേറ്റ് നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ തന്നെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നോച്ചസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ നോച്ചസ് ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോച്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെക്ടാങ്കുലർ നോച്ച്, ട്രയാങ്കുലർ നോച്ച്, ട്രപ്പിസോയിഡൽ നോച്ച്, സ്റ്റെപ്പ് നോച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നോച്ചസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഒരു ടാങ്കിന്റെ സൈഡിൽ വെള്ളം പാസ് ചെയ്ത് പോകുന്ന ഭാഗത്ത് ടാങ്കിന്റെ സൈഡിലാക്കി വെച്ച് കൊടുക്കുന്ന ആ ഒരു ഓപ്പണിങ്സിനെയാണ് നമ്മൾ നോച്ചസ് എന്ന് പറയുന്നത്. റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ റെക്ടാങ്കുലർ നോച്ച് ആണ്, ട്രയാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കുലർ നോച്ച് ഓർ വി നോച്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ നോച്ചസിന്റെ ഇക്വേഷൻസ്, നോച്ചസ് വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റെക്ടാങ്കുലർ നോച്ചസിന്റെ കേസിൽ Q is equal to 2/3 CDL √2G H⁻³ എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അത് ഒരുപാട് വലിയ ഡിഫിക്കൽട്ടി അല്ല ആക്ച്വലി, ഇത് ടോട്ടലി റിലേറ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 2/3 ആണ് ഇവിടെ വന്നതെന്നുള്ളതുകൊണ്ട് ഇക്വേഷൻ പഠിക്കാനുള്ള ഒരു ടിപ്പാണ്. 2/3 വന്നതുകൊണ്ട് അതിന്റെ 3/2 ആണ് അതിന്റെ H⁻² വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോ CD നമുക്ക് ഓൾറെഡി തരും, ഗിവൺ ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണ് എന്നുള്ളത്. അത് ഇൻറ്റു ലെങ്ത്, എത്രത്തോളം ലെങ്ത്തിലാണ് കിടക്കുന്നത് എന്നുള്ളത് പറയും. ഈ √2G അത് ഓൾറെഡി നമ്മൾ ആ ഒരു പോയിന്റ് ആക്കി എടുക്കുന്നുണ്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ആണ് അല്ലെ. അപ്പോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് CDL √2G H⁻³ എന്നുള്ള ആ ഒരു ഫോം നമ്മൾ എഴുതി പഠിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം അത് ഇതിന് വേറെ ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംഭവങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ട്രയാങ്കുലർ നോച്ചിന്റെ കേസിൽ അതേപോലെ തന്നെ 2/3 പകരം 8/15 ആണ്. ഇവിടെ L എന്നുള്ള ലെങ്ത്തിന് പകരം ഒരു ആംഗിൾ ആണ്. കാരണം ട്രയാങ്കുലർ ആയതുകൊണ്ട് തന്നെ V എന്നുള്ള ഒരു നോച്ച് ഒരു ആംഗിൾ ആണ് വരുന്നത്. അപ്പൊ ആ ആംഗിൾ വന്നുകൊണ്ട് തന്നെ tan θ/2 എന്നുള്ള ഒരു പോർഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഇതിനകത്ത് L ആയിരുന്നു, ഇതിലെത്തിയപ്പോഴേക്ക് ആ L-ന് പകരം എന്താണ്, ആംഗിൾ ആണ്. ആംഗിളിനെ tan θ/2 എന്ന് നമ്മൾ എടുത്തു. √2G അതേപോലെ തന്നെ എഴുതി. H⁻5/2 ആണ്. നമ്മൾ നിലവിൽ 3/2 ആണ് റെക്ടാങ്കുലറിന് പഠിച്ചതെങ്കിൽ 5/2 ആണ് ട്രയാങ്കുലറിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ആ ഇക്വേഷൻസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. എഴുതി പഠിക്കുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക തന്നെ ചെയ്യുക. മൂന്നാമത് ട്രപ്പിസോയിഡൽ നോച്ചിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ട്രപ്പിസോയിഡലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് റെക്ടാങ്കുലർ നോച്ചിന്റെ
ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷനും ട്രയാങ്കുലർ നോച്ചിന്റെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷനും കൂടെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ട്രപ്പിസോയിഡലിന്റെ ഷേപ്പിന്റെ ആ ഒരു ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ കിട്ടുന്നതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് എഴുതി പഠിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഒരു ലെങ്ത് അല്ലെങ്കിൽ ഒരു ഹെഡ് മാത്രം നമുക്ക് ഗിവൺ ആയിട്ട് തരണ്ടായിരിക്കും. അതിന് ജസ്റ്റ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇക്വേഷൻസ് പഠിക്കാതെ പോകരുത്. ഓക്കെ. ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് നമ്മളെ ലാസ്റ്റ് സെഷനിൽ വരുന്നതാണ്, മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെഷൻ ആയിട്ട് വരുന്നതാണ് എനർജി ലോസിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മളൊരു പൈപ്പ് ഫ്ലോ നടക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് രീതിയിലുള്ള ലോസ് സംഭവിക്കാന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇത് പ്രൈമറി ലോസ്, രണ്ടാമത് സെക്കൻഡറി ലോസ്. ഈ പ്രൈമറി ലോസിന് നമ്മൾ പറയുന്ന പേര് മേജർ ലോസസ് എന്നും സെക്കൻഡറി ലോസിന് നമ്മൾ പറയുന്ന പേര് മൈനർ ലോസ് എന്നുമാണ്. അപ്പൊ എന്താണ് മേജർ ലോസ്? മേജർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഫ്ലോ നടക്കുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ കാരണം അവിടെ സംഭവിക്കുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ലോസ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മേജർ ലോസ് ഓർ ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പൊ ആ ഒരു ഹെഡ് ലോസ് എന്ന് പറയുന്നത് ആ ഫ്രിക്ഷൻ കാരണം സംഭവിക്കുന്നതിന് മേജർ ലോസ് എന്നും ഫ്രിക്ഷൻ കാരണം അല്ലാതെ സംഭവിക്കുന്നതിന് മൈനർ ലോസ് എന്നും പറയും. ഫ്രിക്ഷൻ കാരണം അല്ലാതെ എങ്ങനെയാണ് ഒരു ലോസ് സംഭവിക്കുക? ഇപ്പൊ പൈപ്പ് ഫിറ്റിങ്സ് ഒരു ബെൻഡ് വന്നു, അല്ലെങ്കിൽ ഒരു എൽബോ വന്നു, അല്ലെങ്കിൽ ഒരു ടാപ്പർ ഒരു ആംഗിൾ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ പൈപ്പ് ഫിറ്റിങ്സ് കാരണവും സംഭവിക്കാവുന്നതാണ് മൈനർ ലോസ് എന്നുള്ളത്. അപ്പോ ഇതൊക്കെ മേജർ ലോസ് എന്താണ്, മൈനർ ലോസ് എന്താണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക. മേജർ ലോസ് ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഫ്രിക്ഷൻ കാരണം ഇത്ര ഫ്രിക്ഷൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ബെൻഡ് ഇത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് അത്ര ലോസ് ആയി എന്ന് പറയുന്ന പോലെ ഫ്രിക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനും വേണ്ടിയിട്ട് ഫ്രിക്ഷണൽ ലോസ് കാരണം സംഭവിക്കുന്ന ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനും സെക്കൻഡ് വൺ ഷെസീസ് ഫോർമുല. രണ്ട് ഫോർമുലയാണ് നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുലാസ് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഡാർസി വെയ്സ്ബാക്ക് ഫോർമുലയിൽ നമ്മൾ പഠിക്കുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലെ, HF ഇസ് ഈക്വൽ ടു 4FL_V²/2GD എന്നൊരു ഇക്വേഷൻ ആണ്. അപ്പൊ 4FL_V²/2GD എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ആണ് എഫ് ആയിട്ട് പരിഗണിക്കുന്നത്. എൽ എന്ന് പറഞ്ഞ അതിന്റെ ലെങ്ത് ആണ്, വി എന്ന് പറഞ്ഞ അതിന്റെ വെലോസിറ്റി ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇതോടൊപ്പം തന്നെ 2GD, ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ആണ് പറഞ്ഞത്. അതുപോലെ ഷെസീസ് ഫോർമുല എടുത്തു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു C√MI എന്ന് പറയുന്നുണ്ട്. C√MI. സി എന്ന് പറഞ്ഞാൽ ഷെസീസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡെപ്ത് ആണ്. അപ്പൊ മെയിൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ D/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഇതിനകത്ത് ഡയമീറ്റർ എത്ര നല്ല തരുള്ളൂ. അപ്പൊ ആ D/4 ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടും. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോസ് ഓഫ് ഹെഡ് ആണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. അപ്പൊ ആ ഒരു ഐ കണ്ടുപിടിക്കണമെങ്കിൽ HF/L ചെയ്താൽ മതി. ഓക്കെ, HF/L ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എന്ന വാല്യൂ കിട്ടും. അപ്പൊ ഈ രീതിയിൽ 1 by 1 ആയിട്ട് ഇക്വേഷൻസ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളിപ്പോ ഇതിനകത്ത് തിയറി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം വേറെ പ്രത്യേകിച്ച് കൺവേർഷൻസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രധാനമായിട്ടും എല്ലാവരും പഠിച്ച് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.